നമസ്കാരം സർ. സർ, അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത് നായിക് ഇന്ദ്രജിത്ത്. എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. തത്വമസി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വളരെ റീസെൻ്റായിട്ടാണ് ഞാൻ ആഡ് ചെയ്യപ്പെട്ടത്. എനിക്ക് അതുവരെ ഇങ്ങനൊരു പേര് ഫെമിലിയർ അല്ല. പക്ഷേ ആ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് നായിക് ഇന്ദ്രജിത്തിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി കൂടുതൽ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ആളൊരു സൈനികനായിരുന്നു. അതിനുശേഷം ആ സൈനികർ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. ആ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചതിലുപരി അതേ കർത്തവ്യം അദ്ദേഹം മരണശേഷവും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോഴും ഒരു സ്പിരിച്വൽ ഗൈഡിനെ പോലെ, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ടൊരു ഗൈഡിനെ പോലെ സാറിൻ്റെ സോളായിട്ട് ആ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ വളരെ അധികം ശക്തമായിട്ടുള്ള രീതിയിൽ സാറിന് വരികയും അത് മുഖാന്തരം ഒരു നിമിത്തം പോലെ പലരുടെയും പ്രശ്നങ്ങൾ സാറിന് സോൾവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നായിക് ഇന്ദ്രജിത്തിൻ്റെ സോൾ കമ്മ്യൂണിക്കേഷൻ സാറിലേക്ക് വന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. കാരണം മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ജവാനായിരുന്നു. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിരുന്നു. മരണശേഷവും ആ സേവനം അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു പോരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രയും ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും സജീവമായിട്ട് തന്നെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതൊരു സോളിൻ്റെ രൂപത്തിൽ തന്നെ. സാറിന് എങ്ങനെയാണ് ഈ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ ലഭിച്ചത്? മഹാഗുരു ശരണം. നായിക് ഇന്ദ്രജിത്ത് അത് ഒരു ആത്മതലത്തിലുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ എങ്ങനെ സോൾ കമ്മ്യൂണിക്കേഷൻ കിട്ടി എന്ന് അറിയണം. അപ്പോൾ അത് അറിയുമ്പോൾ നമ്മൾ പഴയ ഇതിലേക്ക് പോകണം. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ഹവേഴ്സ് 1 അന്നത്തെ കാര്യങ്ങൾ, അന്ന് ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. സോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ തേങ്ങ എന്നുള്ള ആ മാധ്യമം ഉപയോഗിച്ച് ആ സോൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം. ഈ സോൾ കമ്മ്യൂണിക്കേഷൻ അറിയത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചാനലിൽ തിരുവണ്ണാമലയിൽ പോയിട്ട് തേങ്ങ വെച്ചിട്ട് അത് ഗായത്രി കണ്ടു കാണും. അത് അപ്പോൾ ഈ തേങ്ങ പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ എന്ത് കാര്യത്തിനും തേങ്ങ വേണം അല്ലേ? ജനിച്ചാലും വേണം, മരിച്ചാലും വേണം. ആ ഒരു എന്ത് കാര്യത്തിനും തേങ്ങയുണ്ട് നമുക്ക്. അരിയും തേങ്ങയും വയ്ക്കുക, ആ ഒരു ഇതുണ്ട്. അപ്പോൾ തേങ്ങ എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഒരു ഇതാണ്. അത് തിരുമേനി പറഞ്ഞിട്ട്, പിന്നെ തിരുമേനി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തവള മുള്ളാത്ത വെള്ളം കിട്ടണമെങ്കിൽ തേങ്ങാ വെള്ളം കുടിക്കണമെന്ന്, അല്ലെങ്കിൽ മഴവെള്ളം, അല്ലെങ്കിൽ തേങ്ങാവെള്ളം. മഴവെള്ളം എപ്പോഴും നമുക്ക് പ്രാപ്യമല്ല, തേങ്ങാവെള്ളം കുടിക്കണം, അങ്ങനെ തിരുമേനി പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ സ്പിരിച്വൽ ഹവേഴ്സ് 1 വന്നതിന് ശേഷം അപ്പോൾ നമ്മൾ എന്ത് പറയുമ്പോഴും അബാക്കിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഞാനും ഗായത്രിയും സംസാരിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം അബാക്കാണ്. അപ്പോൾ അബാക്കിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, രോഹിത് സാറിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് എല്ലാം ചെയ്യാൻ അവരാണ് നിമിത്തം. പക്ഷേ പ്രത്യേകിച്ച് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരാനായിട്ട് അവർ കൈപിടിച്ച് കൊണ്ടുവന്നതാണ് എന്നെ. അതെ, ഗായത്രി വേറൊരു ഫീൽഡായിരുന്നു. അതെ, ഒരു ഇത് തന്നതാണ്. അതിന് രോഹിത് സാറിനൊരു സല്യൂട്ട്. ഇനിയും വളരെയധികം ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അതിൻ്റെ പ്ലാറ്റ്ഫോം ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഈ ശ്രീജയ ടീച്ചർ, ആ സമയത്തൊന്നും എനിക്കറിയില്ല. ഈ ശ്രീജയ ടീച്ചർ എന്ന് പറഞ്ഞവർ പെരിങ്കടവിള ഗവൺമെൻറ് LP സ്കൂളിൽ ടീച്ചറാണ്. ഇപ്പോൾ അറിയുന്ന ഇത് വെച്ചാൽ ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ അവരവിടെ ഓണറേറിയം വാങ്ങിച്ചിട്ടാണെന്നാണ്, പെർമനൻറ്റ് ഇതല്ല. പക്ഷേ അവരിപ്പോൾ പഠിപ്പിച്ചവരുടെ മക്കളെയും അവിടെ പഠിക്കുന്നുണ്ട്. ഞാനും ആ സ്കൂളിൽ പോയിരുന്നു, ഇടയ്ക്ക് ഞാൻ പോയിരുന്നു. അപ്പോൾ ഒരു പാർട്ടി ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവർ ഈ ഒരു ടാരറ്റ് റീഡിങ് എനിക്ക് അയച്ചു തരുന്നു. ടാരറ്റ് റീഡിങ്ങിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്പിരിച്വൽ ഹവേഴ്സ് 1 നോക്കിയ സോൾ പ്രസൻസ് നോക്കിയ ഫോട്ടോ, അതോടൊപ്പം വേറൊരു ഫോട്ടോ വെച്ചിരിക്കുന്നു, വേറൊരാളുടെ ഫോട്ടോ വെച്ചിട്ട് അത് ജവാൻ്റെ യൂണിഫോം ഇട്ടതാണോ എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ഇങ്ങനെ ചെയ്യണത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞു. ചെയ്യണത് ശരിയല്ല, അത് ചെയ്യണത് ശരിയല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞത്, പിന്നെ ഞാൻ ഈ ആദ്യത്തെ പറഞ്ഞ ആത്മചൈതന്യം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നത്, അവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അത് അവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇത് പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യാനെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല സാറേ, നമുക്കിതറിയില്ല, ഇതില്ല എന്ന് പറഞ്ഞ്.
പക്ഷേ അവർ മറ്റേ ഗ്രൂപ്പിലുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഇതില്ല. ഞാൻ പറഞ്ഞില്ല, പെർമിഷൻ കൊടുത്ത് ഇങ്ങനെ ചെയ്യണം ശരിയല്ല, പെർമിഷൻ കൊടുത്തോ ഇല്ലേ എന്നുള്ളത് അറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വിളിച്ച് പറഞ്ഞു തോന്നുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല, സത്യം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് കിട്ടിയതെന്ന് വെച്ചാൽ പിന്നെ ഏതാണോ അത് വെച്ചിട്ട് ഇത് തുടർന്നു ഇതിങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മലപ്പുറത്തെ ഞാനിപ്പോൾ ഓരോരുത്തരുടെ പേര് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് കാര്യം പലരുടെയും പേര് ഞാൻ പറയും, കാര്യം എന്നിലൂടെ എനർജി വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് മലപ്പുറത്തുള്ള റോഷിനി ടീച്ചർ, അവർ ടീച്ചറാണ്. റോഷിനി ടീച്ചർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പൈസാറെ ഇങ്ങനെ ഇതയച്ചു, ഇതൊരു ടീച്ചറാണ്, ഇങ്ങനെയാണ്, അവരുടെ മകനാണിത്, അവരാണിത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട്. കാര്യം ഞാൻ ഈ ഒരു പരാമർശം വന്നല്ലോ, എനിക്കിടന്ന് ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഇത് ചെയ്തോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവരിങ്ങനെ പറഞ്ഞ് ഇതാണ്, അവർക്ക് സാറിനെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ മെസ്സേജ് അയച്ചു, കോണ്ടാക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആത്മാക്കളോടൊപ്പം എന്ന് പറയുന്ന തെരേസ മാം സൂര്യകാലടി മനയെ വെച്ച് തെരേസ മാമിൻ്റെ ബുക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ ബിജു ശാരദ പത്മനാഭൻ സാർ, ESP പാരാനോർമൽ, അദ്ദേഹമൊക്കെ വന്നിട്ട്, അപ്പോൾ അതിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വന്നിരുന്നോ? ഇല്ല, സൂര്യകാലടി മനയിൽ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പോണത്. അന്ന് പോയത് എനിക്കൊരു AGM ഉണ്ടായിരുന്നു, മുരളീധരൻ നായർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കോട്ടയംകാരനാണ്, പയ്യെ വരൂ നമുക്ക് സൂര്യകാലടി മനയെ പോകാൻ അടുത്താണ്. സൂര്യകാലടി മന ഇങ്ങനെ കേട്ടിട്ടുണ്ട്, തിരുമേനി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, തിരുമേനി പണ്ടേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സൂര്യകാലടി മന ഇതൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹമാണ് അന്ന് തന്നെ സൂര്യകാലടി മനയിലൊക്കെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം തൃശ്ശൂർ ബ്രാഞ്ചിൽ ഞാൻ വന്നപ്പോൾ അവിടെ AGM ആയിരുന്ന ആളാണ്. അപ്പോൾ മുരളി സാറിന് ഒരു നമസ്കാരം. അപ്പോൾ സൂര്യകാലടി മനയെ വെച്ച് ഈ ശ്രീജയ മാം അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പരിപാടിക്ക്. അവരിങ്ങനെ സ്പിരിച്വലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നതാണ്. ഈ ഇതായിട്ട് ഈ കോണ്ടാക്റ്റ് ചെയ്ത്, അപ്പോൾ ഇങ്ങനെയാണ് പൈസാറെ, ഞാനിതാണ്, ഇന്ന ആളാണ്, ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ്, എൻ്റെ മകനാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പോഴും മകൻ നഷ്ടപ്പെട്ട വേദന എന്ന് പറഞ്ഞാൽ അതൊരു തീവ്രമാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു നിയോഗമായിരുന്നു. ഇതൊരു നിയോഗമാണ്. ഇതിൽ ഞാൻ വെറും ഒരു പോസ്റ്റ്മാൻ മാത്രമാണ്, അല്ലാണ്ട് എൻ്റെ ഇതൊന്നുമല്ല. ഇപ്പോൾ ഞാൻ തേങ്ങ വെച്ച് എനർജി നോക്കുന്നതിന് ഇത് തേങ്ങ പറിച്ച് ആൾക്കാരെ പറ്റിക്കുന്നതെന്ന് ഇതിൻ്റെ ഗുണഭോക്താക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അത്രയ്ക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയുടെ ലോകമാണിത്. അത് തന്നെ കാർമ്മികമാണ്. ഇത് ആ തേങ്ങ വെച്ചൊരു എനർജി വരുന്നുണ്ടെങ്കിൽ ആ എനർജി കാണിക്കുന്ന കാരുണ്യമാണ്, അല്ലാണ്ട് എൻ്റെ കഴിവൊന്നുമില്ല. എനിക്കൊരു തേങ്ങ കൈ വെച്ചിട്ട് പൊക്കാനുള്ള കഴിവൊന്നുമില്ല. അത് വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം, ഒരു കൈ വെച്ചിട്ട്. പക്ഷേ ഗായത്രി ഒരു കാര്യം സങ്കല്പിക്കുകയാണെങ്കിൽ അത് ആ സങ്കല്പത്തിലേക്ക് ഞാനും കൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ ഈ തേങ്ങയിൽ എനർജി വർക്ക് ചെയ്യും. കാര്യം ആ ബാക്കിൽ വെച്ച് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ട് എനിക്ക് തന്നെ സംശയം തോന്നി എൻ്റെ കൈയാണോ വർക്ക് ചെയ്യണമെന്ന്. എന്നിട്ട് രോഹിത് സാറിനോട് പറഞ്ഞ് എനിക്ക് സ്പിരിച്വൽ ഹവേഴ്സ് 3 മറ്റോ വെച്ചായിരുന്നു വീഡിയോ എടുത്ത്. ഞാൻ പറഞ്ഞ് കയ്യിൽ ഫോക്കസ് ചെയ്യും, എന്നിട്ട് എൻ്റെ കൈ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കും. കാര്യം എനിക്ക് ആവശ്യമുണ്ടല്ലോ, ഞാൻ സത്യസന്ധമാണ് ചെയ്യണേന്ന്. എനിക്കറിയില്ല തേങ്ങ പൊക്കാൻ, ഇങ്ങനെ പൊക്കാൻ അറിയാം, പക്ഷെ അല്ലാണ്ട് അറിയില്ല. പക്ഷെ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞല്ല, അത് വീഡിയോ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇത് ചെയ്യണം, ആൾക്കാർ അറിയണം. കാര്യം തേങ്ങ വെച്ച് നമുക്ക് എനർജി നോക്കാൻ പറ്റുമെന്ന് നമ്മൾ അറിയണം. പക്ഷേ ആ എനർജി ഏതാണ് അട്രാക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇല്ലേ പണി കെട്ട്. അവിടെയാണ് പ്രശ്നം. എനർജി പോസിറ്റീവ് ഉണ്ട്, പോസിറ്റീവ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് അവർ ഇങ്ങനെ പറഞ്ഞ് സാറേ ഇങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞു ശരി ഇതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സ്പിരിച്വൽ ഹവേഴ്സ് 3 നടക്കുമ്പോൾ അപ്പോൾ സാറിനെ നേരിട്ട് കാണണം ഇതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സ്പിരിച്വൽ ഹവേഴ്സ് 3യുടെ സമയത്ത് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു സാറ് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് വേറൊരു സംഭവമുണ്ട്, അതുകൂടി പറയട്ടെ. ഇത് പിന്നെ അവർ ഇവർ കോണ്ടാക്ട് ചെയ്ത കാര്യം ഇവരല്ല, ഇവരുടെ ഒരു ബന്ധു അമ്മാവൻ്റെ മകളാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രീജ ടീച്ചറും മെസ്സേജ് അയച്ചു, എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ റിലേറ്റീവ് ഒരു പയ്യൻ ഒരു ആക്സിഡൻറ്റിൽ ഹോസ്പിറ്റലിലായപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ക്രിട്ടിക്കലാണ്, പുള്ളിക്ക് ക്രിട്ടിക്കലാണ്, ഒന്നും പറയാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോഴാണ് ഈ ശ്രീജ ടീച്ചർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഈ സാറേ ഇങ്ങനെയുണ്ട്, ഒരാളിങ്ങനെ ക്രിട്ടിക്കലാണ്, എൻ്റെ അമ്മാവൻ്റെ മകനാണ്, സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഹോസ്പിറ്റലിലാണ് ടീച്ചർ സ്കൂളിലോ മറ്റോ. ഞാൻ ചോദിച്ചു ഹോസ്പിറ്റലിലാരുണ്ട്?
അവൻ്റെ സഹോദരിയുണ്ട്. ഞാൻ പറഞ്ഞു അവരോടൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറയൂ, അതോടൊപ്പം ആളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് അയക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വെച്ചാണ് ഈ സങ്കല്പം കൊടുക്കുന്നത്. അങ്ങ് സങ്കല്പം കൊടുത്ത് അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരുടെ പരിശ്രമം വെച്ച് അവർ പറഞ്ഞ് ആശയ്ക്ക് വകയുണ്ടെന്ന്. അത് നമ്മൾ സങ്കല്പത്തിനൊന്നും വലിയ നമ്മുടെ ഒരു വിശ്വാസമാണ്, അവരുടെ ഈ വിശ്വാസമാണ്, എന്തും ആവട്ടെ. അപ്പോൾ ടീച്ചറിന് ആ ഒരു ഇത് അതിന് ശേഷമാണ് ടീച്ചർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് വരുന്നുണ്ട്, അപ്പോൾ സാറ് വരുമ്പോൾ പറ്റിയെങ്കിൽ അവനെ ഒന്ന് വന്ന് കാണണം, ബ്ലെസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അത് പിന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്രീജിത്ത്, മറ്റേ ഈ പറഞ്ഞ ആൾ ശ്രീജിത്ത് എന്നാണ് പുള്ളിയുടെ പേര്, ഇപ്പോൾ ഉള്ള കാര്യം ഞാൻ പറയാമല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സ്പിരിച്വൽ ഹവേഴ്സിന് പോയ സമയത്ത് അത് അതിന് മുമ്പോ തിരുവനന്തപുരത്ത് പോയപ്പോഴത്തേക്കും ഈ പറഞ്ഞ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളെ പോയി കാണുകയും ഇത് ചെയ്യുകയും അങ്ങനെ ടീച്ചറിനെ കണ്ട് ഇതൊക്കെ ചെയ്തു. പിന്നെയാണ് സ്പിരിച്വൽ ഹവേഴ്സ് 3 വരുന്നത്. പിന്നെ പറഞ്ഞത് ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗസ്റ്റ് 15 ആ സ്പിരിച്വൽ ഹവേഴ്സ് നടക്കുന്നു ആഗസ്റ്റ് 15 ഇങ്ങനെ സാറ് 17 വരുന്നുണ്ടല്ലോ, അപ്പോൾ നേരത്തെ വരണം, ആഗസ്റ്റ് 15 ഇങ്ങനെ മോൻ്റെ സ്മൃതി കുടീരത്തിൽ, അവൻ പഠിച്ചത് ഈ പെരിങ്കടവള സ്കൂളിലാണ്. അപ്പോൾ സ്മൃതി കുടീരത്തിൽ വെച്ച് ഇങ്ങനെ അവിടെ ആ പഠിച്ച സ്കൂളിലെ കുട്ടികൾ പിന്നെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത രജിത്ത എന്നാണ് പറഞ്ഞ പേര്, പുള്ളി യൂണിഫോം ഇട്ട് വന്നു അവിടെ. അപ്പോൾ അവർ വരും ഒരു അപ്പോൾ പറ്റിയെങ്കിൽ പൈസാറൊന്ന് വരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എനർജി നോക്കാനും കൂടിയാണ് ടീച്ചറിൻ്റെ ആഗ്രഹം. അത് പ്രത്യക്ഷത്തിൽ എന്നോട് പറഞ്ഞില്ല, ശരി വരാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. അപ്പോൾ നാരായണൻ്റെ കാർ അവിടെ ഉണ്ടായിരുന്നു, അവൻ തിരുവനന്തപുരത്തുണ്ട്. ഞങ്ങൾ പെരിങ്കടവള അവിടെ ആദ്യത്തെ പഞ്ചായത്ത് ഓഫീസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സ്കൂളിലെ അധ്യാപകനും കുറച്ച് കുട്ടികളുമായിട്ട് 300 മീറ്റർ ദൂരമാണ് ഇവരുടെ വീട്. അവിടെ വെച്ച് സ്മൃതി മണ്ഡപത്തിൽ ഇത് ചെയ്ത് അപ്പോൾ ഓക്കെ പൂക്കളൊക്കെ ഇടുന്നു, ഇതൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ആ എനർജിയെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി. അപ്പോൾ ഈ ഒരാളെ ബ്ലെസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരാളെ ബ്ലെസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഉപാസനയുണ്ട്, എൻ്റെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ബ്രഹ്മശ്രീ കൃഷ്ണൻപ്രാന്തരി തിരുമേനിയോടൊപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ മൈൻഡിനെക്കുറിച്ച് പറഞ്ഞു തന്ന പ്രദീപ് കൈനാൻ സാറ്, ഹിപ്നോട്ടിസത്തെക്കുറിച്ച് പറഞ്ഞ അശോക് നാരായണ സാറ്, തേടൈ പറഞ്ഞു കഴിഞ്ഞ ഡോക്ടർ കെ അഷ്റഫ് മാസ്റ്റർ, അതിൻ്റെ കോർഡിനേറ്ററായിരുന്ന അനിരുദ്ധൻ സാറ്, പിന്നെ സുജോക്ക് പറഞ്ഞു തന്ന രഘുനാഥ് ആചാര്യ, അത് കഴിഞ്ഞ് കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞു തന്ന രതീഷ് സായി തിരുമേനി, ഇവരൊക്കെ എൻ്റെ ഗുരുക്കന്മാരാണ്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഈ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും വരും. എനിക്ക് എല്ലാ ഗുരുക്കന്മാരും ഒരുപോലെയാണ്, മനസ്സിലായി. അപ്പോൾ ഇവർ പറഞ്ഞ ടെക്നിക്കുകളെല്ലാമാണ് നമ്മൾ യൂസ് ചെയ്യണത്. പക്ഷേ യൂസ് ചെയ്യണത് എൻ്റേതായ രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അത് വെച്ചിട്ട് അവിടെ വെച്ച് ഈ എനർജീനെ കാണാം. അപ്പോൾ ഈ മറ്റേയാളെ ബ്ലെസ് ചെയ്യുമ്പോൾ അവരുടെ ആൾക്കാരുടെ എനർജി എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബദേവത, കുലദേവത, അവരുടെ ഗ്രാമദേവത, അതുപോലെ അവർക്ക് ഏതെങ്കിലും ഇഷ്ടദേവതയുണ്ടെങ്കിൽ അതുപോലെ അവരുടെ പിതൃക്കന്മാർ, അവരുടെ ഗുരുക്കന്മാരെയൊക്കെ വെച്ചാണ് നമ്മൾ സങ്കല്പം ചെയ്യണം. നമ്മുടെ ഇത് വെച്ചിട്ട് സങ്കല്പം ചെയ്യണം. ഇപ്പോൾ ഇലക്ട്രിക് ലൈൻമാൻ വന്നിട്ട് ആ പോസ്റ്റിലെ ലൈനിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്താണ് പറയുന്നത്, വയറിങ് ചെയ്ത് വെച്ചതിലേക്ക് കണക്ട് ചെയ്യുന്നൊരു പ്രക്രിയയാണ്. ആ കണക്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഞാൻ ചെയ്യുന്നത്. അത് ചെയ്തിട്ട് അപ്പോൾ അന്ന് തന്നെ ആ എനർജി എനിക്ക് തോന്നണം കണക്റ്റായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ടീച്ചറിനൊരു ആഗ്രഹം വന്ന് ഞാൻ ആ ഫോട്ടോ വെച്ച് ഇത് ചെയ്തപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പൈസാറ് തന്നെ എൻ്റെ മകൻ്റെ മഹത്വം മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ടീച്ചറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പൈസാറ് തന്നെ അത് പറയണം എന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേതായ ഭാവമില്ലാത്തതുകൊണ്ട് എനിക്ക് ഉള്ള സത്യം പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ 15 പോയി. അപ്പോൾ ഈ എനർജി ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ അവിടെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് അവിടെ നിന്നൊന്ന് അന്ന് തേങ്ങയൊന്നുമില്ല, ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പോൾ നാരായണൻ എൻ്റെ ഓരോ മൂവ്മെൻറ്റും ശ്രദ്ധിക്കും, അവനറിയാം. ആ ശ്രദ്ധിച്ച് ഇതിനെ എനർജി കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഇതായിരുന്നു, അവർ ദഹിപ്പിക്കുകയായിരുന്നു. അവിടെ ഈ തെങ്ങ് നട്ടിട്ടുണ്ട്, ചെറിയ തെങ്ങിൻ തൈ, ഇപ്പോൾ 2-3 വർഷമായിട്ടുള്ളൂ. ആ തെങ്ങിൻ തൈ ഇങ്ങനെ ചുഴലിക്കാറ്റ് വന്ന പോലെ ഇങ്ങനെ കറങ്ങുന്നു. മനസ്സിലായി, ആരെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടോ എന്താണെന്നറിയില്ല. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഭാഗത്ത് മാത്രമായിട്ടൊരു കാറ്റ്, ബാക്കിയുള്ളിടത്തൊന്നുമില്ല കാറ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനർജി കണക്റ്റായി ഇതായെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്ത് പിന്നെയാണ് സ്പിരിച്വൽ ഹവേഴ്സ്. അപ്പോൾ ഈ സ്പിരിച്വൽ ഹവേഴ്സ് നടക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ എനർജി കണക്ട് ചെയ്ത് 15, 16 പിന്നെ വേറെ എന്തോ ഉണ്ടായിരുന്നു. 17-ാം തീയതി സ്പിരിച്വൽ ഹവേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ, സ്പിരിച്വൽ ഹവേഴ്സ് നടക്കുമ്പോൾ എൻ്റെ അടുത്തൊരു തൃശ്ശൂലമുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ. തിരുവണ്ണാമലയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഞാൻ വാങ്ങിച്ചില്ല. ഞാനിങ്ങനെ
ഇത് ഗിരിവലം കഴിഞ്ഞ് വരുമ്പോൾ ഞാനുണ്ട്, ശ്രീനിവാസൻ, ദിവ്യ, എൻ്റെ വൈഫ്, ഇത്രയും പേരുണ്ട്. അപ്പോൾ ഞാൻ ശ്രീനിവാസൻ, അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ഷോപ്പിൽ കയറണമെന്ന് തോന്നി. ഞാൻ സാധാരണ ഒരു ഷോപ്പിങ്ങും നടത്താത്ത ആളാണ്. പക്ഷേ ആ ഷോപ്പിൽ കയറി ഇത് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ശൂലയിരിക്കുന്നു, തൃശ്ശൂലിരിക്കുന്ന പഞ്ചലോഹം കൊണ്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു തേങ്ങ എടുത്ത് ജസ്റ്റ് എനർജി നോക്കാമെന്ന് പറഞ്ഞു. അത് നമുക്കുള്ളതായിരുന്നത്, അതാണ് ഞാൻ പറയുന്നത്. തേങ്ങ നോക്കപ്പോൾ ഇതാണ്. അപ്പോൾ കടക്കാരന് ഇത് അതിശയത്തിൽ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എനർജി ഉണ്ട്. അപ്പോൾ ഇതിന് എങ്ങാണ്ട് അല്പം വിലയുണ്ട്, 1200 രൂപ മറ്റേ ഉണ്ട്. വേറെ സാധാരണ മറ്റേ ഗോൾഡൻ കളറുള്ളതുണ്ടല്ലേ ചെമ്പിൻ്റെ എന്തിൻ്റെ, അത് വെച്ച് നോക്കുമ്പോൾ അതിനത്ര എനർജി കിട്ടുന്നില്ല, ഇതിന് നല്ല എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ ചോദിച്ചാൽ ഞാൻ വെറുതെ തൃശ്ശൂലം എനർജി വെറുതെ നോക്കി. ഉടനെ ശ്രീനിവാസൻ അത് വില കൊടുത്ത് വാങ്ങിച്ചിട്ട് എനിക്ക് തന്നു. പൈസ വെച്ചോന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കുള്ളതാണ്, ഇല്ലെങ്കിലും ഞാൻ വാങ്ങിച്ച നോട്ടം ഇട്ടത്. പക്ഷേ പുള്ളി തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിച്ചു. കാര്യം ആദ്യം തിരുവണ്ണാമലയെ കൊണ്ടുപോയതും പുള്ളിയാണ്, അത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആ ശൂലം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഈ തൃശ്ശൂലമായിട്ട് പിറ്റേ ദിവസം ഉണ്ണാമലയമ്മൻ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. തിരുവണ്ണാമല പോയിട്ടുണ്ടോ? അവിടെ ഉണ്ണാമലയമ്മൻ, അവിടെ പോകണം. ഈ ശിവപാദത്തിലേക്ക് പോണ വഴിയാണ്, അത് മുലപ്പാൽ തീർത്ഥത്തിനടുത്താണ് ഉണ്ണാമലയമ്മൻ എന്ന് പറഞ്ഞാൽ പാർവതി. അപ്പോൾ അവിടെ പോയി, അവിടെ ഞങ്ങൾ പോകാറുണ്ട്. അവിടെ ശേഖർ സ്വാമിയാണ് അവിടുത്തെ പൂജാരി. അപ്പോൾ ശേഖർ സ്വാമി ഞാനിങ്ങനെ തൃശ്ശൂലം കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഇത് ആ ദേവിയുടെ അടുത്ത് ഈ ശൂലം ചെല്ലുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ശൂലം തിരിച്ചു വരുമോ അതെനിക്ക് വേണ്ടതല്ലേ. പക്ഷേ സ്വാമി ചോദിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് വന്നത് ഇങ്ങനെ ശ്രീനിവാസൻ എനിക്ക് വാങ്ങിച്ചു തന്നെന്ന് പറഞ്ഞത്, ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് കൊടുത്ത് അദ്ദേഹം ദേവിയുടെ ഹൃദയത്തിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് പൂജാരതിയൊക്കെ ചെയ്ത് കിട്ടി നമ്മൾ നമ്മൾ തിരിച്ചു ചോദിക്കരുതല്ല. പക്ഷേ അദ്ദേഹം അത് കഴിഞ്ഞ് പ്രസാദമായിട്ട് ഇന്നാന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇതപ്പോൾ എനിക്ക് ഈ എന്ത് കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കുള്ള എനർജി വേരിയേഷൻസ് ഗായത്രി മനസ്സിലാക്കി അല്ലേ. എന്ത് എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് ചില ഇൻഡ്യൂഷൻസ് കിട്ടും. ഒരു പക്ഷേ നമ്മുടെ തോന്നലുകൾ മാത്രമാകാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. അപ്പോൾ ബാഗിനകത്ത് ഈ തൃശ്ശൂലും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ബാഗ് സാധാരണ താഴെ വയ്ക്കും, വേണമെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്ത് പുറകെ വയ്ക്കായിരുന്നു. സ്പിരിച്വൽ ഹവേഴ്സിൻ്റെ വേദി കണ്ടായിരുന്നല്ലോ, തിരുവനന്തപുരത്ത് കണ്ടതല്ലേ, അതിൻ്റെ പുറകിൽ എനിക്ക് വയ്ക്കായിരുന്നു. പക്ഷേ ഞാൻ വയ്ക്കാണ്ട് ഞാൻ ടീച്ചർ ഇരിക്കുന്നിടത്ത്. അപ്പോൾ ഈ ശ്രീജയ ടീച്ചറുണ്ട്, കോഴിക്കോട്ടെ ശൈലജ ചേച്ചിയുണ്ട്. ശൈലജ ചേച്ചീനെയും പരിചയപ്പെട്ടിരുന്നെന്ന്. അപ്പോൾ ഈ ബാഗ് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കസേരയെ വെക്കാമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരോട് പറഞ്ഞു ഇത് ബാഗൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീജയ ടീച്ചർ പറഞ്ഞ് അത് തന്നോളൂ സാറേ, ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. ശ്രീജയ ടീച്ചർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രീജയ ടീച്ചർക്ക് അറിയില്ല ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയുന്നു. പക്ഷേ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞു. സ്പിരിച്വൽ ഹവേഴ്സിൻ്റെ അവസാനമായപ്പോൾ അവിടെ ഒരു മിറാക്കിൾ സംഭവിച്ചു. അവിടെ ഒരു മിറാക്കിൾ സംഭവിച്ചത് ശരിക്ക് അവിടെ ഒരു കൂട്ടമാണ് വന്നത്. സത്യം അവിടെ ഒരു കൂട്ടമാണ് വന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പിരിച്വൽ ഹവേഴ്സ് വേദിയുടെ മൂലയിൽ അതിൻ്റെ അടുത്തൊരു ശാസ്താക്ഷേത്രമുണ്ട്. ശാസ്താവാണ് അവിടെ പ്രദക്ഷിണം എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ എവിടെ ചെന്നാലും അമ്പലത്തിൽ ചെന്ന് തൊഴും. ഇവിടെ ഫസ്റ്റ് ഇതിനെ ഭദ്രകാളി ദുർഗാക്ഷേത്രത്തെ അവിടെയും ചെന്ന് തൊഴും. കാര്യം എനർജിയായിട്ട് നമ്മൾ ആദ്യം കണക്റ്റ് ആകണം. അപ്പോൾ അവിടെ ചെന്ന് തൊഴുതിട്ട് പിന്നെ ഇവിടെയും പോയി തൊഴുത് ഇതൊക്കെ ഈ ശാസ്താക്ഷേത്രം ഇതൊക്കെ കണ്ടിട്ടാണ് ഈ ബാഗ് കൊടുക്കുന്നത്. പക്ഷേ ഈ ശൂലം ടീച്ചറിൻ്റെ, പക്ഷേ അന്ന് എന്ത് ഫീലിംഗ് ടീച്ചറിന് കിട്ടി എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നത്. പക്ഷേ അവിടെ പല എനർജീസ് ഉണ്ടായിരുന്നു, ഒന്നിലധികം എനർജീസ് അവിടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിവലോകത്ത് പോയി കഴിഞ്ഞാൽ ശിവലോകത്ത് ഭയങ്കര പല ഭൂതഗണങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഒന്ന് കണക്റ്റായ എനർജി ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ ഭൂതത്താൻ എന്ന് പറഞ്ഞൊരു ഉപദേവതയുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിപ്പോൾ വടക്കുന്നാഥനിലൊക്കെ പോയിട്ടുണ്ട്, അവിടെ സിംഹോദരൻ അങ്ങനെയൊക്കെ പേര് ഓർക്കുന്നില്ല, 2-3 ഭൂതഗണങ്ങളുണ്ട്. പക്ഷേ നന്ദി ഒരു ഭൂതഗണമാണ്. പക്ഷേ ഈ ഭൂതത്താൻ എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് മനസ്സിലായിട്ട് ഈ ഭൂതത്താൻ എന്ന് പറയുന്നൊരു ഹൈലി എനർജിയാണ്. മനസ്സിലായോ? അപ്പോൾ അത് ഒരാൾക്ക് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ ഒരു ആൾക്ക് പ്രൊട്ടക്ഷൻ പോയ ഇതാണ് ഈ ഭൂതത്താൻ. നിർമ്മാല്യം തൊഴാൻ പോകുമ്പോഴൊക്കെ ഈ ആളായിരുന്നു പ്രൊട്ടക്ഷൻ, ഈ ഭൂതത്താനായിരുന്നു പ്രൊട്ടക്ഷൻ പോയിരുന്നത്. ഇപ്പോൾ ഒരു രൂപത്തെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ ഭൂതത്താൻ എന്തോ ഈ ശ്രീകണ്ഠേശ്വരത്ത് ദേവൻ ശരിക്കും അവിടുത്തെ ഗ്രാമദേവനാണെന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ എൻ്റെ അറിവ് വെച്ചിട്ട് പത്മനാഭസ്വാമി പിന്നെയാണ് വരുന്നത്. അവിടുത്തെ ഗ്രാമദേവി ആറ്റുകാലമ്മയും ഗ്രാമദേവൻ ശ്രീകണ്ഠേശ്വരത്തപ്പനാണെന്ന് പറയുന്നത്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരിതാണ് അവിടെ ഈ ഭൂതത്താനുണ്ട്.
അപ്പോൾ ഈ നേരത്തെ ഫോൺ വിളിച്ച ആളില്ലേ, നേരത്തെ ഫോൺ വിളിച്ച ആൾ ഇങ്ങനെ എൻ്റെ അടുത്തൊരു സങ്കടം പറഞ്ഞു, സാറേ അങ്ങനെയാണ് ഇതാണ് കുറേ ഇതൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ ഒരു ഭൂതത്താനുണ്ട് അവിടെ ചെല്ലെന്ന് പറഞ്ഞു. ആ ശ്രീകണ്ഠേശ്വര ഞാൻ പോകാറുണ്ട്, ഞാൻ പറഞ്ഞു അവിടെ ഭൂതത്താൻ ഉപദേവതയ്ക്ക് ആരും പ്രാധാന്യം കൽപ്പിക്കാറില്ല. പക്ഷേ നമ്മളൊരു കളക്ടറേറ്റിലോ മന്ത്രിയുടെ ഓഫീസിലോ പോയാൽ ആദ്യം അവിടെയുള്ള സ്റ്റാഫിനെയാണ് കാണേണ്ടത്. ഇതാർക്കും അതിൻ്റെ ഉപദേവതയുടെ പ്രാധാന്യം അറിയില്ല. ആകെ പോകുന്ന ഗണപതിയുടെ അടുത്ത് പോകും എല്ലാവരും, അത് പേടിയുണ്ട്. ശനീശ്വരൻ ഉണ്ടെങ്കിൽ പോകും, നവഗ്രഹങ്ങളുണ്ടെങ്കിൽ പോകും, എല്ലാവർക്കും പറ്റുന്നത്. പക്ഷേ ഈ ഭൂതത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയില്ല. കാര്യം ആലിൻ്റെ താഴെ ശ്രീകണ്ഠേശ്വരത്ത് പോയിട്ടുണ്ടോ, ശ്രദ്ധിക്കുകയില്ല. കാര്യം അതിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലാണ് ഈ ഭൂതത്താൻ, ഒരു ഇത് സൈഡിലാണ് ഇരിക്കണം, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയില്ല. പക്ഷേ അത് ഭയങ്കര ഒരു എനർജറ്റിക് ഇതാണ്. അങ്ങനെ കുറച്ച് എനർജിയാണ് അവിടെ സംഭവിച്ചത്. സ്പിരിച്വൽ ഹവേഴ്സ് ഒന്നിലധികം പേരുടെ എനർജീസ് അവിടെ ഇത് വന്നിരുന്നു. അത് പല കാരണങ്ങൾ കാണാം, അത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത്, ആത്മാവ് പറയാനല്ല, ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത്. ഇപ്പോൾ ഞാൻ ഈ രഹസ്യം പുറത്ത് വിടുകയാണ്. ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതാണ് അവിടെ കണ്ടത്. അവർക്ക് ഇനിയും പറയാൻ കുറേയുണ്ട്. രോഗി സാർ ഇനിയും എഴുതിയേക്കും കുറേയധികം. അതിൻ്റെ ഭാഗമാകാം ഗായത്രി ഇപ്പോൾ എന്നോട് ചോദിച്ച ഈ ചോദ്യം, നിമിത്തം മനസ്സിലായി, അതിൻ്റെ ഒരു ഇതാകാം. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ ഈ ശ്രീജ ടീച്ചർക്ക് ഒരു കാര്യമുണ്ട്. ആദ്യത്തെ അവരുടെ അമ്മാവൻ്റെ മോൻ ഇങ്ങനെ ഇത് വന്നല്ലേ, ഭയങ്കര ഒരു അനുകമ്പയാണ്. പിന്നെ ഈ മോനും അമ്മയായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, അത് അവർക്ക് അനുഭവം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെ ആയതുകൊണ്ട് പൈസാറിൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചു കൊടുക്കണം, അവർ വാങ്ങിക്കും. അവർക്കങ്ങനെ അത് എന്നെ അധികം പൊക്കുന്നുണ്ട്. അത് തന്നെ എനിക്ക് സഹിക്കുന്നില്ല. നമ്മളൊന്നുമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ ടീച്ചറിൻ്റെ ഇത് ചെയ്യുമ്പോൾ ഞാൻ എവിടെയാണെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് ശിവൻ ഒരാളേ ഉള്ളൂ, ദേവി ഒരാളേ ഉള്ളൂ, വിഷ്ണു ഒരാളേ ഉള്ളൂ. പക്ഷേ നമുക്ക് കണക്ട് ചെയ്യുന്ന എൻ്റെ അച്ഛൻ ഒരാളേ ഉള്ളൂ, എൻ്റെ അമ്മ ഒരാളേ ഉള്ളൂ, എൻ്റെ അമ്മ. അപ്പോൾ നമുക്ക് എപ്പോഴും ആത്മാക്കളുമായിട്ട് കണക്ട് ചെയ്യാം. ഇതിൻ്റെ സീക്രട്ട് അതാണ് എപ്പോഴും പിതൃക്കന്മാരെ ബഹുമാനിക്കണം എന്നോ, പിതൃലോകം കഴിഞ്ഞിട്ടാണ് ദേവലോകം എന്നാണ് പറയുന്നത് ഡയമെൻഷനിൽ. അപ്പോൾ ടീച്ചർ പറയുന്നതിനെയൊക്കെ ഇദ്ദേഹം ഇപ്പോൾ ഗായത്രി പറഞ്ഞ ആ വാക്ക് എനിക്കിഷ്ടപ്പെട്ടു, അതിനൊരു സല്യൂട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളത്തിലിരുന്നിട്ട് സേവനം ചെയ്ത ഈ വ്യക്തി അത് കഴിഞ്ഞും ചെയ്യുക. നമുക്കറിയാം, നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, ചൈന അതിർത്തിയിലൊരു ബാബ, യെസ് അല്ലേ, ഒരു ബാബ. ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിയുടെ കാര്യം ഞാൻ അറിഞ്ഞത് ടീച്ചർ തന്നെ, ശ്രീജ ടീച്ചർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഇദ്ദേഹം 32ാമത്തെ വയസ്സിലോ മറ്റോ ഇദ്ദേഹം വെടിഞ്ഞു. നമുക്കറിയാം പ്രശസ്തരായ എല്ലാവരും, ശങ്കരാചാര്യർ, വിവേകാനന്ദ സ്വാമികൾ, യേശുക്രിസ്തു, ഇങ്ങനെയുള്ളവരെല്ലാം 32-33 വയസ്സൊരു ക്രിട്ടിക്കലാണ്. നമ്മുടെ ലൈഫിലാണെങ്കിലും 32-33 ക്രിട്ടിക്കലാണ് എല്ലാ മനുഷ്യൻ്റെ ഇതിൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച്. അപ്പോൾ ടീച്ചർ പറഞ്ഞതെന്ന്, ഇദ്ദേഹം നായ്ക്കിൽ നിന്ന് ഹവിൽദാറാകാനുള്ള ക്ലാസ് നടക്കുമായിരുന്നു. ക്ലാസ്സിലുള്ളപ്പോഴാണ് ഇദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വരികയാണ്. അത് വേറെ ഒരു വ്യാഖ്യാനമുണ്ട്, ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്ന് വ്യാഖ്യാനം ആരോക്കെ പറഞ്ഞു വരുത്തിയെന്ന് അതും പറയുന്നുണ്ട്. ടീച്ചർ തന്നെ പറയുന്നു, ആരോക്കെ പറഞ്ഞു, എന്തൊക്കെ വീഡിയോ വന്നെന്ന് ടീച്ചർ പറയുന്നു. അങ്ങനെ വന്നിട്ട് ടീച്ചർ ആർമിയിലുള്ള പതിലെയൊക്കെ വിളിച്ചു ചോദിച്ചു എന്ന് തന്നെ എന്നോട് പറയുന്നുണ്ട്. ആർമിയിലൊന്നും അങ്ങനെയൊന്നും ഒരിതായിട്ടൊരു കാര്യം വ്യാഖ്യാനം പറയില്ല. അതെ. അപ്പോൾ ടീച്ചർ പറയുന്നത് വെച്ചാൽ, ടീച്ചർ മോൻ എന്ന് പറഞ്ഞാൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണല്ലേ. ടീച്ചറിൻ്റെ ജീവിതത്തിൽ അത് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുടുംബജീവിതം താറുമാറാകുന്നതിൻ്റെ മെയിൻ ഒരു കാര്യം മദ്യപാനമാണ്. അപ്പോൾ ഈ മകൻ പട്ടാളത്തിൽ പോണവർക്ക് ഇതൊരു കോട്ടയാണ്. ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത് വെച്ച് പറഞ്ഞ പൈസാറെ, ഞാൻ അവനെക്കൊണ്ട് സത്യം ചെയ്യിച്ചു മദ്യപിക്കരുതെന്ന്. അപ്പോൾ ടീച്ചർ പറയുന്ന ഈ കാശ്മീരിലെ കാലാവസ്ഥയിൽ അതൊരു ആവശ്യമാണ്. എനിക്കറിയില്ല ഇത് സത്യം എന്ന് പറഞ്ഞാൽ, ടീച്ചർ പറഞ്ഞു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ മെഡിക്കലി ആരോഗ്യപരമായ ഇതിൽ ഈ തണുപ്പിൽ മദ്യം കുറച്ചെങ്കിലും കഴിക്കണം എന്ന് പറയും. പക്ഷേ മകൻ കഴിക്കുന്നില്ലായിരുന്നു. അത് വന്ന് ബ്ലഡ് ക്ലോട്ടായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ജീവൻ വെടിഞ്ഞതെന്നാണ്, ദേഹവിയോഗം നടന്നതെന്നാണ്. എന്ത് കാരണമാണെങ്കിലും അതുവരെയുള്ളൂ അദ്ദേഹത്തിൻ്റെ ലൈഫ്. പക്ഷേ അത് കഴിഞ്ഞ് ലൈഫ് പർപ്പസ് ഉണ്ടാവും. ഭാരതത്തിന് വേണ്ടി ചെയ്തു, ഞാൻ ഇന്ന സ്കൂളിൽ നിന്ന് വന്നു, ഇന്ന ഗ്രാമത്തിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ സോള് തീർച്ചയായിട്ടും തിരിച്ചെത്തും. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും വേദനിക്കുന്ന അമ്മ, മനസ്സിലായി. പിന്നെ ഒരു മോളാണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കുട്ടി പോലും അതിൻ്റെ അമ്മയുടെ അടുത്താണ്. അപ്പം അങ്ങനെ എപ്പോഴുള്ളപ്പോൾ ഇവർക്ക് സാന്ത്വനമായിട്ടും. പിന്നെ ടീച്ചർ ഓരോന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ബ്ലസ് ചെയ്യുമ്പോൾ, കഴിഞ്ഞ ദിവസം പോയിട്ട് 10-60 പേരെ ബ്ലസ് ചെയ്തേ, 2-3-4 ദിവസത്തേക്ക് തിരുവനന്തപുരത്തായിരുന്നു.
ടീച്ചർ ചിലവ് തന്നിട്ടാണ്. വേണ്ടാന്ന് പറഞ്ഞാലും ടീച്ചറാണ് താമസിക്കാനുള്ള ഇത് തരണം. എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുകയില്ല. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ടീച്ചർ മകനുള്ള ആ ഒരു ഇതായിട്ട് ചെയ്യുകയാണ്. മനസ്സിലായി? ആരും ചെയ്യുകയില്ല ഇങ്ങനെ. മകനുമായിട്ടുള്ള പൈസാറിൻ്റെ ഇത് വെച്ചിട്ട് ബ്ലെസ്സിങ് കിട്ടിയാൽ ഇത് ചെയ്യുന്നുള്ള ടീച്ചറുടെ വിശ്വാസം. പലർക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു എനർജി കണക്ട് ചെയ്യും. അപ്പോൾ ടീച്ചർ ഈ ചെയ്യുന്ന പുണ്യപ്രവൃത്തി, അപ്പോൾ ഞാൻ എപ്പോഴും കണക്ട് ചെയ്യുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെയും കൂടി എനർജിയാണ്. ഇത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, ഇദ്ദേഹത്തിൻ്റെയും. അപ്പോൾ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറിൻ്റെ വഴിക്ക് വരുന്ന ബ്ലെസ്സിങ്ങിൽ ഇദ്ദേഹത്തിൻ്റെ എനർജി അവരോടൊരു പെർമിഷൻ വാങ്ങിക്കണം, ഇല്ലാണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ആത്മതലത്തിലാണെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുടെ അടുത്തൊരു പെർമിഷൻ വാങ്ങിച്ചിട്ടേ ചെയ്യാവുള്ളൂ. നമുക്ക് ഏത് എനർജീനെ വേണം ഇത് ചെയ്യാം, പക്ഷേ നമ്മളത് ചെയ്യാൻ പാടില്ല. അയൽവക്കക്കാരൻ്റെ പറമ്പിലെ വിളവെടുത്ത് തിന്നണ പോലെ ഇരിക്കും. അത് ചെയ്യാൻ പാടില്ല, സത്യത്തിൻ്റെ മുമ്പിൽ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ഇത് ചെയ്ത് ടീച്ചർക്ക് അറിയാം, ടീച്ചർക്കും സന്തോഷം. അപ്പോൾ എനർജി കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചറിൻ്റെ വീട്ടിൽ പോയിരുന്നു, അവിടെ വെച്ച് കുറേ പേരെ ബ്ലെസ് ചെയ്തു. ടീച്ചർക്ക് ചിലർക്ക് അടുത്ത ബന്ധുക്കൾക്ക് ഇപ്പോൾ ഈ ചെറിയൊരു പരുവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇത് ബയോപ്സിക്ക് അയക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചിലർക്ക് പേടി വന്ന് അതിനൊക്കെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അയക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ടീച്ചർക്കൊരു എന്തൊക്കെയോ ആണ് നമ്മൾ കായിൽ തുടങ്ങുന്നൊരു ഇത് ഞാൻ ഇതൊന്നും പറയുന്നില്ല. കാർബൺ എന്ന് പറഞ്ഞ പോലെ ഒരു പേര് വരുന്ന ഒരു ശരീരത്തിലെ ഒരു അവസ്ഥ, അതൊക്കെ പേടിച്ചിരുന്നു, അതൊക്കെ മാറി. അപ്പോൾ ടീച്ചർക്കൊരു വിശ്വാസം അപ്പോൾ അങ്ങനെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടീച്ചർ ഇത് ചെയ്തിട്ട് ആ എനർജിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ വെച്ചിട്ട് ആ അയ്യപ്പൻ്റെ ഇത് പിന്നെ എനിക്ക് കണക്ഷൻ കിട്ടിയത് ശബരിമലയിൽ പോയപ്പോൾ പമ്പയെ വെച്ച് ആ എനർജിയുടെ കണക്ഷൻ കിട്ടി എനിക്ക്. അതേപോലെ സാർ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, വാട്സപ്പിൽ സാർ ഷെയർ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചിട്ട് സാർ തേങ്ങ വെച്ചിട്ട് എനർജി നോക്കി തേങ്ങ പൊങ്ങി നിൽക്കുന്നുണ്ട്. ആദ്യം വെറുതെ ഞാൻ പോയി നോക്കിയിട്ട് അപ്പോൾ ടീച്ചർ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഈ വീഡിയോ പുറത്ത് ടീച്ചറിൻ്റെ ഫോണിലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഈ ഇലക്ട്രോണിക് മീഡിയ വരുന്നുണ്ടല്ലോ, അറിയാമല്ലോ, ആ ബാക്കിൻ്റെ ഇത് വെച്ചല്ല. അപ്പോൾ ഈ ടീച്ചറിൻ്റെ ഫോണിൽ ആ വീഡിയോ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞ ടീച്ചറെ ഇത് ഒന്ന് വീഡിയോ നോക്കാം. കാര്യം ഞാനവിടെ ഉപാസന ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടാണ് പൊങ്ങണം, വലിയ ഇതില്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ അടുത്ത് കാണുമ്പോൾ കുറച്ചുകൂടി കാണുന്നുണ്ട്. പിന്നെ ഉപാസന കഴിഞ്ഞിട്ട് അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞ ടീച്ചറെ ഇപ്പോൾ തന്നെ തത്വമസി ഗ്രൂപ്പിൽ ആ വീഡിയോ ഇട്ടോളാൻ പറഞ്ഞ്. ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ടത് കിട്ടുന്നില്ല, പോകുന്നില്ല അത്. പിന്നെ എൻ്റെ ഫോണിലാണ് എടുത്തത്. എൻ്റെ ഫോണിലെടുത്തിട്ടാണ് ആ വീഡിയോ ഗ്രൂപ്പിലിട്ടത്. അത് വെച്ച് സോൾസിനെ അത് എനർജി അല്ലേ, സോൾ എനർജി അല്ലേ. ഇപ്പം നമ്മളൊരു എനർജിയാണ്. നമുക്ക് ഈ ശരീരം കിട്ടിയ കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മനസ്സിലായി? നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് ഈ എനർജി വേറെ എവിടെയോ വർക്ക് ചെയ്യുന്നു, അതാണ് സത്യം. പക്ഷേ ഇതിന് ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ച് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത് വെച്ച് ഈ തേങ്ങ വെച്ച് പിന്നെ ഞാൻ അവിടെ വെച്ചാണ് കുറച്ച് എൻ്റെ ഉപാസനയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തേങ്ങ വെച്ച് ഇത് ചെയ്തപ്പോഴേ അത് ഭയങ്കരമായിട്ട് ആക്റ്റീവായി. പിന്നെ വൈകിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനും സന്തോഷമാണ്. ഇത് കാര്യം എന്താണ്, നമ്മളിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശ്രാദ്ധം നടത്തും അല്ലേ, ആ സമയത്ത് അന്നദാനം നടത്തും, അല്ലെങ്കിൽ പശുക്കൾ ഗോദാനം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഒന്നുമില്ല കാക്കകൾക്കെങ്കിലും നമ്മൾ വയ്ക്കും. അത് ഭൂതയജ്ഞം എന്ന് പറയും. ഇത് ചെയ്യുന്നത് ഇതിൻ്റെ പുണ്യം അവർക്ക് കിട്ടണം, എന്നിട്ട് അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അവർക്ക് ആക്റ്റീവായി നിൽക്കണം. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാണ്. ഇപ്പോൾ പല കുടുംബങ്ങളിലും കാണുന്നൊരിതാണ്, എവിടെയെങ്കിലും പ്രശ്നം വയ്ക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ പിതൃക്കളുടെ ദോഷമുണ്ട് എന്ന് പറഞ്ഞാൽ ചടങ്ങുകൾ ചെയ്യുന്നില്ല. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് ആവാഹിച്ച് കൊണ്ടേ കൊടുക്കും. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും കാണുന്നൊരു കാര്യമാണ്, അവിടെ പ്രശ്നം വയ്ക്കുമ്പോഴത്തേക്കും ക്ഷേത്രത്തിൽ ബാധോപദ്രവമുണ്ട്. ബാധോപദ്രവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആത്മാക്കൾ. ഇപ്പോൾ ഞാൻ തൊഴുതുകൊണ്ടിരുന്നു ഒരു ക്ഷേത്രത്തിൽ, എൻ്റെ കുടുംബക്ഷേത്രമാകാം ഇതാകാം, ഞാൻ ഈ ശരീരം വിട്ടാലും എൻ്റെ ആത്മാവിനെ അവിടെ പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. മനസ്സിലായ? എൻ്റെ ആത്മാവിനെ അവിടെ പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. അവിടെ ചെന്നു അവിടെ കൃത്യമായിട്ടുള്ള പൂജാവിധാനങ്ങളുണ്ടെങ്കിൽ ഈ ആത്മാവ് പോസിറ്റീവുള്ള ആത്മാവ് മാത്രമേ അവിടെ ചെല്ലുകയുള്ളൂ. പോസിറ്റീവുള്ള ഇല്ലാത്ത ആത്മാവിന് അവിടെ പോകാൻ പറ്റുകയില്ല. അതാണ് എൻ്റെ ഗുരു പറഞ്ഞു തന്നതും എൻ്റെ അനുഭവം അതാണ്. ബാക്കിയുള്ളവരൊരു പടിക്ക് പുറത്തേ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ പോസിറ്റീവുള്ള ആത്മാക്കൾ അവിടെ ആശ്രയമായിട്ട് നിൽക്കുകയാണ്. അവർക്കും നമ്മൾ ശരീരം ഉണ്ടായിരുന്നപ്പോഴും അവിടെ ആശ്രയം, ശരീരം പോയെങ്കിലും ആശ്രയം. പക്ഷേ പ്രശ്നം വയ്ക്കുമ്പോൾ ഇവിടെ ഇതുണ്ട്, അത് സത്യമാണ്. ഉടനെ തന്നെ ഇതിന് ചന്ദനക്കലയിൽ ചന്ദനമുട്ടിയിൽ ആവാഹിച്ചിട്ട് എവിടെയെങ്കിലും ക്ഷേത്രങ്ങളിൽ കൊണ്ടേ കൊടുക്കും. അവിടെ പോയി കുറച്ച് കഴിയുമ്പോഴേ ഈ ചന്ദനമുട്ടി എവിടെയെങ്കിലും ലേലം ചെയ്യും.
ഈ ചന്ദനമുട്ടി ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരച്ച് അവിടെ ചന്ദനം ചാർത്തണം. അതാരും ചാർത്തുന്നില്ല, കാര്യം ഇത് ആവാഹിച്ച് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഈ ചന്ദനമുട്ടി ആ ക്ഷേത്രക്കാർ ഇത് കൊടുത്തിട്ടൊരു മൂല്യം കൈപ്പറ്റുമ്പോൾ ഇത് അവിടെ നിന്ന് റിലീസായി. ഈ ഏതോ ഒരു കടമറ്റത്ത് കത്തനാർ സിനിമയ്ക്കകത്തെ ഒരു ആണി വെച്ചത് റിലീസായി എന്ന് പറഞ്ഞില്ലേ, അവർ റിലീസായ പിന്നെയും തിരിച്ചിവിടെ വരും. അവരാരും ഉപദ്രവം ചെയ്യുന്നില്ല, അവർക്ക് എവിടെയെങ്കിലും ഒരു ആശ്രയം വേണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ ഈ ആത്മാക്കൾ, ഏത് ആത്മാക്കളാകട്ടെ, ഇപ്പോൾ ഞാൻ പലരോടും പല വീടുകളിലും പോകുമ്പോഴത്തേക്കും പറയാറുണ്ട്, അവിടുത്തെ ആത്മാക്കളെ നമ്മൾ ഇത് ചെയ്തിട്ട് അവിടെ ഒരു കാര്യം അവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് പുണ്യങ്ങൾ ചെയ്യാനായിട്ട്, ഇപ്പോൾ ഗായത്രി പറഞ്ഞ വാക്ക് തന്നെ, കാര്യം പട്ടാളമായിട്ടിരുന്ന് ഇപ്പോഴും ആ ഇത് നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് സപ്പോർട്ടായിട്ട് എന്താണ് ഒരു കാവലാളായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ചെയ്ത പുണ്യമാണ്. അവർക്ക് 32 വയസ്സിൽ ഇതായി പെട്ടെന്നൊരു റീബർത്ത് എന്നുള്ളതില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ചെയ്യണതനുസരിച്ച് ഡയമെൻഷൻസ് ആത്മതലം മാറിക്കൊണ്ടിരിക്കും. അതാണ് അദ്ദേഹം ചെയ്യുന്നത്, സത്യമായിട്ടും ചെയ്യുന്നുണ്ട്. അത് ടീച്ചറും ഭയങ്കര മനോഭാവത്തിന് ഞാനാണ് ചെയ്യുന്നതെന്നില്ലാണ്ട് ധന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും. ഇപ്പം എന്നെ കൊണ്ട് എനിക്കുള്ള ടാക്സി ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ടീച്ചർ തരും. അവിടെ താമസിക്കേണ്ടത് ചാർജും ടീച്ചറാകുന്നത് നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വേണ്ട ടീച്ചർ, എനിക്ക് കിട്ടണ ദക്ഷിണ കൊണ്ട് ഞാനിത് ചെയ്യുന്നുണ്ട്, വേണ്ട ടീച്ചർ എന്ന് പറഞ്ഞു. വേണ്ട ടീച്ചർ എന്ന് പറഞ്ഞാലും ടീച്ചർ തരും. ടീച്ചർ അതൊരു സന്തോഷമായിട്ട് കണ്ടെത്തുന്നു. പല ഇതിലും അവിടെ ഇത് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരാളെ ബ്ലസ് ചെയ്യുമ്പോൾ, ഇതേ റൂമിലിരുന്ന് ബ്ലസ് ചെയ്യുമ്പോൾ ആ ശരീരത്ത് വേറൊരു സോള് വന്നു. അത് പണ്ടേ വന്നുകൊണ്ടിരുന്നതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നെഞ്ചത്തടിക്കും, മനസ്സിലായേ? നെഞ്ചത്തടിക്കുന്നതോടൊപ്പം അപ്പോൾ അത് അവിടെ തന്നെ ഉള്ള ഒരാളുടെ ഇതാണ് സോള്. പിന്നെ ഇത് അന്നും വന്ന് ഞാൻ ബ്ലസ് ചെയ്യാൻ ഇവർ വന്ന് ബ്ലസ് ചെയ്യുമ്പോൾ ആ ഇത് വന്നു. പക്ഷേ ഇവരെപ്പോഴും നെഞ്ചത്തടിക്കുന്ന, പക്ഷേ ഒറ്റ പ്രാവശ്യം നെഞ്ചത്തടിച്ചുള്ളൂ. പിന്നെ ഞാൻ കൺട്രോൾ ചെയ്തു. പക്ഷേ കൺട്രോൾ ചെയ്യുമ്പോൾ എനിക്ക് കൈപിടിക്കാൻ പറ്റുകയില്ല. പക്ഷേ അവിടെ കൈപിടിച്ചത് ഈ പറഞ്ഞ നായിക ഇന്ദ്രജിത്താണ്. പിന്നെ അവർ ചെയ്തില്ല. ഓക്കെ, എൻ്റെ ഉപാസനയുടെ ഇത് വെച്ച് ഞാൻ മന്ത്രം ചൊല്ലി അവരെ അത് കൺട്രോളായി. പക്ഷേ പഴയതിൽ നിന്ന് ഭയങ്കരമായിട്ട് മാറ്റമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഇതൊരു സോളാണ് വന്നത്. അത് സോള് വന്ന അവിടുത്തെ ഒരു കാരണവരാണെന്നാണ് പറയുന്നത്. എന്തോ അപ്പൂപ്പൻ്റെ അങ്ങനെ എന്തോ പറയുന്നു. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം ആക്റ്റീവാണ്. ഞാൻ അവിടെ ചെന്ന് ഇതെന്ന് പറയുമ്പോൾ എൻ്റെ വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ അനുഭവം വെച്ചിട്ട് ആക്റ്റീവാണ്. ആക്റ്റീവായപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ഒറ്റ പ്രാവശ്യം കൈയടിച്ചുള്ളൂ. ഞാനിത് ചെയ്യുമ്പോൾ കൈയടി പിന്നെ നിന്ന് അങ്ങനെയുള്ള കാര്യം അവിടെ നടന്നു. അങ്ങനെ മകനും രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് ഒരേപോലെ സേവനം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടീച്ചർ ടാരറ്റ് റീഡിങ് ചെയ്യുന്നുണ്ട്. അതിൽ കുറേയധികം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഈ എനർജീസ് ഉള്ളിടത്ത് മിക്കപ്പോഴും അറിയുന്നതാണ് ഈ ചിത്രശലഭം ബട്ടർഫ്ലൈ കാക്ക, പല്ലി, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് ഈ എനർജിയായിട്ട് കണക്റ്റഡായിട്ട്. ബട്ടർഫ്ലൈയുടെ പ്രസൻസ് കാണും. പാമ്പും എനർജിയുടെയാണ് കേട്ടോ. പക്ഷെ അത് നമ്മളെ പേടിപ്പെടുത്തുന്നതും ഇതുമായിട്ടുള്ളൊരു കാര്യമാണ്. ബട്ടർഫ്ലൈയുടെ ഞാൻ കേട്ടിട്ടുണ്ട് സർ. അതായത് ഈ സിദ്ധന്മാരാണെങ്കിലും ഹയർ ലെവലിൽ നിൽക്കുന്ന സോൾസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചിത്രശലഭങ്ങളുടെ ഇതിൽ വരുന്നു. പക്ഷേ അല്ല, ചിത്രശലഭങ്ങളായിട്ട് അവർ വരില്ല. പ്രസൻസ് കാര്യം ചിത്രശലഭങ്ങളെ നമ്മളിൽ ശ്രദ്ധ ചെലുത്തുന്ന ചില ജീവികളുണ്ടല്ലോ, അതിലൂടെ പ്രസൻസ് കാണിക്കും. ഇപ്പോൾ ഒരു കൊതുകായിച്ചേ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കുമോ? ഒരു ചിത്രശലഭം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കും. ഒരു മിന്നാമിനുങ്ങ് രാത്രിയിലാണെങ്കിൽ ഒരു മിന്നാമിനുങ്ങ് വന്നാൽ ശ്രദ്ധിക്കും. ഇടയ്ക്ക് വവ്വാലുണ്ട്. ചില വീടുകളിൽ വവ്വാല് വരും. വവ്വാൽ അവിടെ സ്ഥിരമായിട്ട് വസിക്കുന്നതല്ല, വവ്വാല് കയറി ഇറങ്ങിപ്പോയ ഐശ്വര്യമാണെന്ന് പറയും. വവ്വാല് കയറിയ പല കാര്യം അങ്ങനെയാണെന്ന്. നമ്മൾ നെഗറ്റീവാണ്, അതും നെഗറ്റീവ്. അവിടെ വസിക്കുന്നതല്ല, വന്ന് കയറിപ്പോകുന്നത് പോസിറ്റീവ് സൈനാണ്. ഒന്നുകിൽ അവിടെ എന്തോ വരുന്നു, ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യത്തിൽ എൻ്റെ അനുഭവത്തിൽ ആ വീട്ടിൽ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയി കാണും. പണ്ടൊക്കെ ഇത് അറിയുന്നത് പിന്നെയല്ലേ. ഇപ്പോൾ ഒരു സംശയം വന്നാൽ എന്തോ സാധനം കൊണ്ടുവന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതൊരു സിഗ്നലാണ്, ഇത് സത്യമാണ്. കൺസീവ് ആയിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതൊക്കെ സോൾസ്. എന്നാൽ ആ സോൾ ഇതായിട്ട് ഇപ്പോൾ കാക്ക, നമ്മൾ ബലിക്കാക്ക ഇതൊക്കെ വയ്ക്കുമ്പോൾ ആ സോൾസ് ഇതിനെ സ്വാധീനിക്കുന്നതാണ്. ആ എന്ന് പറഞ്ഞാൽ കാക്ക പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. പരുന്ത് എങ്ങനെ ചില സമയത്ത് ചില പൂജ നടക്കുമ്പോൾ പരുന്ത് മുകളിലേക്ക് ഇറങ്ങുന്നു.
ഈ ശബരിമലയിൽ മറ്റേ ഇതിൻ്റെ തിരുവാഭരണ യാത്ര ഘോഷയാത്രയുടെ പുറകെ പരുന്തിങ്ങനെ പോകുന്നു. ഇത്രയും വർഷമായിട്ട് കാര്യം അത് ഇതാണ്, അത് എനർജി സെൻസ് ചെയ്യാണ്, എനർജി അറിയാൻ പറ്റും അവർക്ക്. അത് പല്ലിയും അതിൻ്റെ മെയിൻ ഒരു സാധനം. നമ്മുടെ ഇതിൽ സാധാരണക്കാരൻ്റെ ബേസിക് ആയിട്ടുള്ള ശാസ്ത്രം ഗൗളി ശാസ്ത്രമാണ്. എൻ്റെ തിരുമേനി അതിൻ്റെ തലതൊട്ടപ്പനായിരുന്നു. എന്ന് പറഞ്ഞാൽ വൈകിട്ട് നടക്കുന്നത് രാവിലെ അറിയും. രാവിലെ ചില ഇതിൻ്റെ സൗണ്ട് വെച്ചിട്ട് വൈകിട്ട് നടക്കുന്നത് അറിയും. ഇപ്പോൾ ചിലപ്പോൾ നമ്മളെവിടെയെങ്കിലും ഇപ്പോൾ എല്ലാവരും പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ട് പല്ലീനെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി. പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പല്ലികൾ ചിലപ്പോൾ ചില സിഗ്നൽസ് തരും. എല്ലാ ജീവികളും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്, അവരുടേതായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് അവിടെയാണ് ഈ സൂഡോ സയൻസ്. അത് സൂഡോ സയൻസ് എന്ന് പറയുന്നതാണ്. പക്ഷേ ഈ സൂഡോ സയൻസ് ജീവിതത്തിനെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പലർക്കും ഗൈഡൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും മനുഷ്യൻ എന്ന് പറയുന്നത് എത്ര നിസാരനാണ്. ഇത്തരത്തിലുള്ള എനർജീസിനെ ആണെങ്കിൽ നമുക്കും ഒരു ഗൈഡായിട്ട് ഈ നമ്മൾ നിസാരം എന്ന് വിചാരിക്കുന്ന ഈ പല്ലിയാണെങ്കിലും ചെറിയ ശലഭങ്ങളാണെങ്കിലും ഒക്കെ അവർക്ക് കിട്ടുന്ന ആ ഒരു സെൻസ് പോലും നമുക്കില്ല എന്നുള്ളത്. ഇപ്പോൾ പൂച്ച വട്ടം ചാടിയാൽ എല്ലാവർക്കും പേടിയാ. പക്ഷെ പൂച്ച വട്ടം ചാടുന്ന സിഗ്നലാണ്. നല്ല ശകനം, അത് സിഗ്നലാണ്. ഇപ്പോൾ ചിലരോട് ഇത് വരുമ്പോൾ അവർക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ പറയണത് നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് കൈകാല് കഴുകിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ തിരിച്ചിറങ്ങുമെന്ന് പറയും. ആ പോകുന്ന കാര്യം സക്സസ് ആവും. കാര്യം ആ സമയത്ത് എല്ലാം അതുപോലെ എന്ന് പറയുന്നില്ല. ആ സമയത്ത് ഇവർ ഇറങ്ങിയാൽ ഒരു പക്ഷേ പോകുന്ന വണ്ടി പറയുന്നിടത്ത് എത്തുകയില്ല, അല്ലെങ്കിൽ വണ്ടി ഇടയ്ക്ക് തടസ്സപ്പെടും. അതിനുള്ള സിഗ്നലുകളാണ് ഇതെല്ലാം, പലതും സിഗ്നലുകളാണ്. പക്ഷേ നമ്മൾ വിചാരിക്കണം നമ്മൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അധിപന്മാർ, നമുക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളൂ എന്നുള്ള രീതിയിലായതുകൊണ്ട്. പക്ഷേ എല്ലാം ഏത് ജീവിയും നമ്മളെ സഹായിക്കുന്ന ഇതാണ്. ഇപ്പോൾ സദ്ഗുരു എൻ്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ട്, അത് വളരെ കറക്റ്റ്. അദ്ദേഹം പറയുന്നത് ഇവിടെ മനുഷ്യകുലം മുടിഞ്ഞുപോയ ഒരു പ്രശ്നമില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഭൂമിയിൽ ഇല്ലാണ്ടായ ഒരു പ്രശ്നം, ഒരു ജീവിക്കും പ്രശ്നമില്ല. പക്ഷേ നിസാരം തേനീച്ച ഇല്ലാണ്ടായാൽ 6 മാസത്തിനുള്ളിൽ ഭൂമി നശിക്കുന്ന അദ്ദേഹം പറയുന്നത്. തേനീച്ചയാണ് ഇവിടുത്തെ പല ഇതിനും. ഈ തേനീച്ച അറിയാമല്ല, പരാഗണം എന്ന് പറയുന്ന ഇത് തേനീച്ച, പൂമ്പാറ്റ, ചിത്രശലഭങ്ങളൊക്കെയാണ്. അപ്പോൾ തേനീച്ച നിന്ന് കഴിഞ്ഞാൽ ഒരു ജീവിവർഗ്ഗങ്ങൾക്കും 6 മാസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു ജീവിവർഗ്ഗങ്ങൾക്കും ഭൂമി നശിക്കുന്ന പറയുന്നത്. കാര്യം ഭൂമിയിൽ സൃഷ്ടി എന്ന് പറയുന്ന ഇത് നടക്കുകയില്ല. അത് അദ്ദേഹം കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വളരെ ശരിയാണ്. എല്ലാ ഇതിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. തേനീച്ചലയല്ല, റാണി തേനീച്ച ഇത് ഇണചേരുന്നതിനെ കുറിച്ച് അറിയാവോ? അതെ, പലപ്പോഴും ഈ കൗതുകം തോന്നാറുണ്ട്. എങ്ങനെയാണ് അവരിൽ തന്നെ കുറെ സ്പെസിഫിക്കേഷൻ, അതില് റാണി തേനീച്ച എന്ന് പറയുന്നതിനുള്ള ഇമ്പോർട്ടൻസ്, അതിൽ സേവകര് വേറൊരു കാറ്റഗറി. റാണി തേനീച്ച കഴിഞ്ഞാൽ ഭയങ്കര ബാക്കിയല്ലാരും. ഒരു കൂട്ടിൽ 2 തേനീച്ച കാണുകയല്ലേ. ഇതിൽ ഞങ്ങൾ ജോയിഡേ പോയി നിന്നിരുന്നു. ജോയിഡയിലൊരു ഹോം സ്റ്റേ റിസോർട്ട് പോലെ ഉണ്ട്, ഇപ്പോൾ പേര് ഓർക്കുന്നില്ല. ഞാൻ കാർവാർ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അദ്ദേഹം തേനീച്ച വളർത്തുന്നുണ്ട്, അദ്ദേഹം ഇതൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഈ റാണി ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റാണി തേനീച്ചയ്ക്ക് ബാക്കിയുള്ള തേനീച്ചകൾ കൊണ്ടുവന്ന് എന്തോ ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ ഫുഡാണ് ഈ റാണി തേനീച്ചയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ റാണി തേനീച്ചയാണ് മുട്ടയിടുന്നത്. അപ്പോൾ റാണി തേനീച്ച മുട്ടയിടാൻ പോകുമ്പോൾ അപ്പോൾ പെൺ തേനീച്ചയാണ് ഇതൊക്കെ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ. ആൺ തേനീച്ച വെറുതെ പണി ഒന്നും ചെയ്യാണ്ടിരിക്കും, പെണ്ണുങ്ങളാണ് പോയിട്ട് തേനൊക്കെ ശേഖരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റാണി തേനീച്ച ഇണ ചേരാനായിട്ട് നേരെ മുകളിൽ പോകുമ്പോൾ ഈ ആൺ തേനീച്ചകൾ പുറകെ പോയിട്ട് അവസാനം ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ആൺ തേനീച്ചയായിട്ട് ഇണ ചേർന്ന് കഴിഞ്ഞാൽ ആ തേനീച്ച മരിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്. ഒരു പക്ഷേ ഞാൻ കേട്ട അറിവാണ് ഇത്. ഇതാ ആധികാരികമല്ല, ദയവ് ചെയ്ത് ക്ഷമിക്കുക. അത് മരിക്കും. പിന്നെയാണ് മുട്ടയിടുന്നത്. അതിൽ നിന്ന് കുറേ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളും ജോലി ചെയ്യാത്ത ആണുങ്ങളും ഉണ്ടാകും. അത് വേറൊരു തേനീച്ച വന്നു കഴിഞ്ഞാൽ, ഇതിൽ തന്നെ വേറൊരു റാണി തേനീച്ച വന്നു കഴിഞ്ഞാൽ ഇവരുടനെ മാറ്റി വേറൊരു കൂട് സ്ഥാപിക്കും. അത് വളരെ രസകരമായിട്ടുള്ള. അപ്പോൾ സദ്ഗുരു പറഞ്ഞ ഇതാണ്, തേനീച്ച ഇല്ലെങ്കിൽ ഇപ്പോൾ ശാസ്ത്രം അന്വേഷിക്കുന്നതെന്ന് പറയുന്നത്, ആ മേഖലയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഈ റാണി തേനീച്ചയ്ക്ക് കൊടുക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പ്രകൃതിയിൽ നിന്നുള്ള മെഡിസിനാണെന്നുള്ളതാണ്.
ശരിയാകാം, അല്ലെങ്കിൽ തെറ്റെന്ന്, ശരിയല്ലാത്ത കാര്യം തെറ്റല്ലെന്ന് നമ്മൾ തെറ്റാണെന്ന് നമ്മൾ സ്ഥാപിക്കണം അല്ലേ. ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും, തെറ്റാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റുകയില്ല. നമുക്കത് അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്കത് അറിയില്ല എന്നുള്ളത്. ഇപ്പം ഞാൻ കൊങ്ങിണിയിൽ എന്തെങ്കിലും സംസാരിക്കുന്നു, അത് വാക്ക് ശരിയല്ല എന്ന് ഗായത്രിക്ക് പറയാം അല്ലേ. എന്തുകൊണ്ട് പറയാം? ഗായത്രിക്ക് കൊങ്ങിണി അറിയാത്തത് കൊണ്ട്. അല്ലെ ഗായത്രി ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും പോയിട്ട് മറാഠി പഠിച്ചെന്ന്, ഇപ്പോൾ ബോംബെ പോയി നിന്നിരുന്നു മറാഠി പഠിച്ചു, മറാഠിയിൽ എന്തോ പറഞ്ഞ് എനിക്ക് മനസ്സിലായി, അത് ശരിയല്ല ഗായത്രി എന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ ഗായത്രിയാണ് ശരി, എന്തുകൊണ്ടാണെന്ന് ശരിക്കും മറാഠി അറിയില്ല. അപ്പം തെറ്റെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അല്ല, തെറ്റെന്ന് ശരിയല്ല എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. തെറ്റാണെന്ന് നമ്മൾ തെളിയിക്കാൻ നമുക്ക് അധികാരമുണ്ട്. തെറ്റെന്ന് തെളിയിക്കാൻ പല കാര്യവും വേറൊരാളുടെ അനുഭവം വരുമ്പോൾ നമുക്ക് തെളിയിക്കാം. ഇപ്പോൾ ഇത് തന്നെ നായിക് ഇന്ദ്രജിത്തിൻ്റെ അങ്ങനെ ഒരു സോളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടാകും. പക്ഷേ നമ്മുടെ അനുഭവങ്ങളാണ്, എൻ്റെ അനുഭവങ്ങളാണതിൽ, എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് അത് പോകുന്നത്. അതിലൊന്ന് ഒരു ഇൻസിഡൻറ്റ് പറയാം. അന്ന് തിങ്കളാഴ്ച ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ നിൽക്കുന്ന ഹോം സ്റ്റേയിലാണ്. അപ്പോൾ അവരോട് പെർമിഷൻ വാങ്ങിച്ച് അവിടെ വെച്ച ഹോം സ്റ്റേയിൽ ഒരു ഫാമിലി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ശ്രീജ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീജ ടീച്ചറിൻ്റെ കെയർ ഓഫുള്ള ഇത് ടീച്ചറും ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന് നായക ഇന്ദ്രജിത്തിനെ മീഡിയമായിട്ട് വെച്ചിട്ടാണ് ബ്ലെസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഉപാസന ഇത് കഴിഞ്ഞിട്ട് പിന്നെ 3 ദിവസം കഴിഞ്ഞ് ടീച്ചറിൻ്റെ വീട്ടിൽ, ഞാൻ ബുധനാഴ്ചയായിരുന്നു ടീച്ചറിൻ്റെ വീട്ടിൽ, ബുധനാഴ്ച വ്യാഴാഴ്ച ഏതോ ഒരു ദിവസം ടീച്ചറിൻ്റെ വീട്ടിൽ വെച്ച് ബ്ലെസ്സിങ്. ആ ബുധനാഴ്ച ടീച്ചറിൻ്റെ വീട്ടിൽ വെച്ച് ബ്ലെസ്സിങ്ങിനും ഇവർ വന്നു. ഞാൻ ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പറഞ്ഞ ജോലി ചെയ്യുന്ന ആൾക്ക് പിറ്റേ ദിവസം വൈകിട്ട് 2 ഇൻക്രിമെൻറ്റ്, അത് ഇത് കണ്ട ഓഡിയോ കേട്ടില്ലേ ഗ്രൂപ്പിൽ, 2 ഇൻക്രിമെൻറ്റ് സാങ്ഷനായി. പണ്ടേ സാങ്ഷനായതായിരിക്കും, എവിടെയെങ്കിലും ഇത് തടഞ്ഞു നിന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ വെള്ളം വരുന്നില്ല, പൈപ്പിൽ എന്തെങ്കിലും കരടായിരുന്നു, ഒരാൾ വന്നിട്ട് ഈ കരട് നീക്കുമ്പോഴത്തേക്കും വെള്ളം വരും. ഇതുപോലെ ആ തടസ്സം എന്താണോ അത് നായിക് ഇന്ദ്രജിത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നായിക് ഇന്ദ്രജിത്ത് ഉണ്ടായിരുന്നു, ശ്രീജ ടീച്ചറെല്ലാം ഉണ്ടായിരുന്നു. ഏതുകൊണ്ട് ഇപ്പോൾ വിഗ്രഹങ്ങളുണ്ട്, നമ്മൾ പല സ്ഥലങ്ങളിലും കല്ലുകൊത്തുന്നിടത്ത് പോയാൽ നല്ല വിഗ്രഹങ്ങൾ, ഗണപതി വിഗ്രഹങ്ങൾ, മുരുകൻ, ശിവലിംഗം അല്ലേ, വിഷ്ണു എല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ഈ വിഗ്രഹങ്ങൾക്ക് ചൈതന്യം കൊടുക്കുക, ഇവരെ ആക്ടിവേറ്റ് ചെയ്യുക, അതൊരു ഘടകമാണ്. ഈ ആക്ടിവേറ്റ് ചെയ്ത് അത് നിലനിർത്തണം. ഇപ്പോൾ എൻ്റെ ഉപാസനയിൽ നമ്മൾ നായിക് ഇന്ദ്രജിത്തിന് വേണ്ട എന്താണ് അദ്ദേഹത്തിനെയും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ആക്റ്റീവാകും. നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കണം. നമ്മൾ ചില എനർജി കാര്യം അവരെ ആക്ടിവേറ്റായിട്ട് നിർത്തണം. ആക്ടിവേറ്റായിട്ട് നിർത്തുമ്പോൾ എപ്പോഴും ഏത് സോൾസിനെയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാമെന്ന് വെക്കുമ്പോഴത്തേക്കും അവരെ ആക്ടിവേറ്റായിട്ട് അതിനായിട്ടുള്ള ഉപാസനയിലൂടെ അത് ചെയ്യണം. അതെല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. അതിന് വേറൊരു ഇതാണ്. അത് ചെയ്യുമ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്കതിൻ്റേതായ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. അതുകൊണ്ട് അല്ലാണ്ട് പെട്ടെന്ന് ഏതോ അവിടെ ഒരു സോളുണ്ട് അത് കയറിയിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ വേറൊരു കാര്യം പറയാം. വേറൊരു വിദേശത്തുള്ള ഒരാൾ, അദ്ദേഹം ഇതുപോലെ കണ്ണൂർ ജില്ലയിലുള്ള ഒരാളാണ്. വിളിച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരു രക്ഷയില്ല, അവിടെ എന്നാണ്ടോ പരിപാടി എന്തോ ഇതൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹം കണ്ണൂർ വന്നിട്ട് സാറിനെ കാണണം, ഇത് ചെയ്യണം, സാർ അവിടെ വരണം. ഇതെല്ലാവരും വിളിക്കുന്നിടത്ത് പോകാനൊന്നും പ്രാക്ടിക്കലൊന്നുമില്ല. അതായത് നമ്മളൊരിടത്ത് പോയാൽ അവിടുത്തെ എനർജിയായിട്ട് ഡയറക്റ്റ് കണക്റ്റ് ആകുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന അപൂർവമാണ്. ലാസ്റ്റ് നോക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അവിടെ ഏതെങ്കിലും സോൾസ് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു പെട്ടെന്ന് പ്രായമാകാണ്ട് പോയ ഏതെങ്കിലും നിങ്ങളുടെ പ്രായത്തിലുള്ള ഉണ്ട്. പുള്ളിയുടെ ഒരു കസിൻ ബ്രദറുണ്ട്. ആ ആൾക്ക് നിങ്ങളെന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളെന്തെങ്കിലും ഇല്ല, ഞാനൊന്നും കൊടുക്കാനില്ല. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ, ലീവിന് വരുമ്പോൾ നിങ്ങളെന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ലീവിന് വരുമ്പോൾ ഇതെന്ന് വെച്ചാൽ ഇദ്ദേഹം എന്തെങ്കിലും 500-1000 രൂപ പുള്ളിക്ക് കൊടുക്കും. മനസ്സിലായി? അങ്ങനെ ഒരു ഇതെന്നുള്ള രീതിയിൽ കൊടുക്കും. അപ്പോൾ ഈ ആൾ ഇതിൽ മരിക്കുന്ന സമയത്ത് ഈ ആൾ വന്ന് ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ആ ഒരു കടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങേരോട് പറഞ്ഞ് നിങ്ങളെന്തെങ്കിലും കൊണ്ടുപോയി ആ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ വീട്ടുകാർക്ക് സാമ്പത്തിക ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങേര് കൊടുത്തില്ല. അത് കൊടുത്തില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ വാങ്ങിച്ച് കൊടുക്കണ്ടേ. അവർക്ക് കാശ് ആവശ്യമില്ല, പക്ഷേ ഇതിനെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തില്ല. അദ്ദേഹം കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനെ അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇയാളുടെ ലൈഫിൽ ഇദ്ദേഹത്തെ തന്നെ ആക്റ്റീവ് ചെയ്യാനായിട്ട് നോക്കിയതാണ്. ആക്റ്റീവ് ചെയ്യാൻ നമ്മളെപ്പോഴും എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കണം. അത് താന്ത്രികമായിട്ട്
നമ്മൾ ആത്മീയമായിട്ട് കാര്യം ഇവർ ആത്മതലത്തിലാണുള്ളത്. അവിടെ എനർജി എങ്ങനെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കാര്യം പറയാം, ആത്മാക്കളുമായിട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. കാര്യം അവരുടെ ഫീലിങ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം അപ്പോഴപ്പോൾ നമുക്കതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കിട്ടും. ആ ഒരു ഇതുണ്ട്, എല്ലാവർക്കും ഇതുണ്ട്. എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ആത്മാക്കളെ ഇത് ചെയ്യുക. സത്യം പറയട്ടെ, ലോട്ടറി വരെ അടിപ്പിക്കാം നമുക്ക്. ഇത് പറഞ്ഞ് ദയവ് ചെയ്ത് ആരും എന്നെ കോണ്ടാക്ട് ചെയ്യല്ലേ, അതുവരെയും ചെയ്യാം. കാര്യം നമുക്ക് ഇതുണ്ടെങ്കിൽ ഇവർ വിചാരിച്ചാൽ ഭാഗ്യക്കുറി വരെയും. കാര്യം ഭാഗ്യക്കുറി എന്ന് പറയുന്നത്, നിധി ഭാഗ്യക്കുറി എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. ഇപ്പോൾ പലയിടത്തും നിധികളുണ്ട്, പലയിടത്തും നിധികളുണ്ട്. നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് താഴികക്കുടം കൊണ്ടുപോയി, താഴികക്കുടം, ഇറിഡിയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പല സാധനവും സോൾസുമായിട്ട് കണക്റ്റഡാണ്. അതാണ് ഒരു പ്രശസ്തമായ സ്ഥലത്തെ ഒരു നിധികുടം, താഴികക്കുടം കൊണ്ടുപോയ ആളുടെ ജീവിതം സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് അത് കൊണ്ടുപോയതിന് ശേഷം അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകേണ്ടി വന്നു എന്നൊക്കെ കേട്ട് കാണും. പേരൊന്നും പറയുന്നില്ല. സംഭവം ഇതൊക്കെ പല സോൾസുമായിട്ട് കണക്റ്റഡാണ്. അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സാക്ഷിഭാവത്തിൽ കൈകാര്യം ചെയ്യണം. അധികാരിഭാവത്തിൽ കൈകാര്യം ചെയ്താൽ അവർ ഇതാവും. അങ്ങനെയുണ്ട്. അപ്പോൾ ഏതായാലും നായിക ഇന്ദ്രജിത്തിൻ്റെ ഇതുണ്ട്. ഇനി നമുക്ക് ശ്രീജയ ടീച്ചറുമായിട്ടൊരു ദിവസം ഇരിക്കാം. ശ്രീജയ ടീച്ചറുമായിട്ടിരിക്കാം. കാര്യം ഭയങ്കര ഇത് ആ ടാരറ്റ് റീഡിംഗ് ആണെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാണ്ട് എല്ലായിടത്തും ഈ മെസ്സേജ് ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ടാരറ്റ് എടുക്കാം. പക്ഷേ ആ ഒരു കറക്റ്റ്, ഇപ്പം ഞാൻ ആ ടാരറ്റ് എടുക്കുന്ന, അല്ലെങ്കിൽ ഞാനൊരു പ്രശ്നം വയ്ക്കുന്നുണ്ടെങ്കിൽ ഗായത്രിയുടെ അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം അനുസരിച്ചുള്ള രാശി എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ ആ ടാരറ്റ് കിട്ടണം, കാർഡ് കിട്ടണം. ഇത് ഏതെങ്കിലും എനർജി ആയിട്ട് കണക്റ്റ് ആകണം. അതിപ്പോൾ ടീച്ചറോട് ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട്, ഇത് ചെയ്തതിന് ശേഷം എന്താണ് മാറ്റങ്ങൾ. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചെന്ന് അവിടെ ഉപാസന ചെയ്തതിന് ശേഷം ഒന്നുകൂടി ടീച്ചറിൻ്റെ ആ ടാരറ്റ് റീഡിങ്ങിൽ ഇതാവും. പക്ഷേ ഒരു കാര്യം എനിക്ക് സന്തോഷമാണ്, ടീച്ചർ പ്രതിഫലയിച്ചൊക്കെയല്ല അത് ചെയ്യണം. ടീച്ചറുടെ ഒരു മനസ്സംതൃപ്തി. ഒരിക്കലും എനർജി നമ്മൾ ദക്ഷിണ വാങ്ങിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് പ്രതിഫലത്തിന് മാത്രം ഇച്ഛിച്ച് ചെയ്യരുത്. അത് പ്രശ്നങ്ങളുണ്ടാക്കും. കാര്യം എനർജി വാല്യൂ ചെയ്യാൻ സാധ്യമല്ല. എനർജി നമുക്ക് അളക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും, അവര് അമ്മയും മകൻ സൈനികനാണ്, പക്ഷെ ഇപ്പോഴും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കർമ്മനിരതനായിരിക്കുന്നു. അതിന് ചേർന്ന് അമ്മ മനസ്സിലാക്കി അമ്മയും കൂടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവന മനോഭാവം ചെയ്യുന്നു. രാജ്യത്തിന് വേണ്ടിയിട്ടാവട്ടെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടോ നമുക്ക് ഇല്ലേ, അവരും അതേപോലെ ആ ഒരു സേവന മനോഭാവത്തിൽ മകനോടൊത്ത് ചേർന്ന് രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ളത്. അല്ല, അതിലും കൂടുതൽ ടീച്ചറിനോടുള്ള എനിക്കൊരു സന്തോഷം എന്താണെന്നറിയാമോ? ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഭയങ്കര ഓരോ ദിവസം പോകും തോറും ടീച്ചറിൻ്റെ ആ ഗ്രാറ്റിറ്റ്യൂഡ് കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ വെച്ച് ഏത് എനർജീനെ സെൻസ് ചെയ്തോ ആ തേങ്ങേനെ എന്നെ തള്ളിപ്പറഞ്ഞത് പോട്ടെ, ഞാനൊന്നുമല്ല, ഞാൻ വെറും കാറ്റത്ത് പറക്കുന്ന കറിവേപ്പില. എനിക്ക് കഴിവുകളില്ല, അതുകൊണ്ടാണ് പലത് എനർജീസും എന്നിലൂടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ തേങ്ങ എന്ത് പിഴച്ചു? തേങ്ങയിട്ട് ഉരുട്ടി നാട്ടുകാരെ പറ്റിക്കുന്ന പൈസാറെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ട്? ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ട്? തേങ്ങ ഉരുട്ടിയിട്ട് അതൊരു എനർജീനെ ഇത് ചെയ്തു. എന്നാൽ തേങ്ങേനെ നിങ്ങൾ നിഷേധിച്ചോ? തേങ്ങയ്ക്കൊരു എനർജി ഉണ്ട്. ഇത് സാധാരണ ഒരു കഥയുണ്ട്. ഈ തല വന്നിട്ട് മനുഷ്യത്തലയ്ക്ക് എന്ത് വിലയുണ്ടെന്ന്. അപ്പോൾ ഇത് വന്നിട്ട് എന്തോ ഒരു ഇത് വന്നിട്ട് ഇങ്ങനെ പല തലകൾ വെച്ചിട്ടുണ്ടപ്പോൾ ഒരു മനുഷ്യൻ്റെ തല, പശുവിൻ്റെ തല കൊണ്ടുപോകും, ആടിൻ്റെ തല കൊണ്ടുപോകും, പോത്തിൻ്റെ തല കൊണ്ടുപോയി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ തലയുണ്ട്. അപ്പോൾ ഇതും കൊണ്ടുപോയിട്ട് കച്ചവടമാക്കാൻ പറഞ്ഞു. ആർക്കും വേണ്ട ഇത്. മനുഷ്യന് ആർക്കും വേണ്ടാത്തൊരു സാധനമാണ് മനുഷ്യൻ്റെ തല. മനസ്സിലായി? അപ്പോൾ അത് വെച്ചിട്ട്, പക്ഷെ തേങ്ങയെന്ന് പറഞ്ഞാൽ അതല്ല, മിനിമം അതിന് 40 രൂപ 50 രൂപ വിലയുണ്ട്. അതിന് എനർജി ഉണ്ട്. ദയവ് ചെയ്ത് തേങ്ങ വെച്ച് എനർജി നോക്കുന്നത് വെച്ച് കളിക്കാണ്ടിരിക്കുക. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാണ്ടിരിക്കുക. പലർക്കും അതാണ് വരുന്നത്. പക്ഷേ ടീച്ചറിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസം പോകുന്തോറും ഒരു ഭയങ്കര സറണ്ടറിങ് മനോഭാവം. പൈസാറ് ഇതെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും. കാര്യം സ്വന്തം കാര്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ പോട്ടെ, എങ്ങനെയെങ്കിലും ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ചാടിച്ച് പുറത്തിറക്കാൻ നോക്കും. എനിക്ക് അനുഭവങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാവും, ഇപ്പോൾ ഇത് പുറത്താക്കിയത് നന്നാ.
സ്വയം പുറത്തു പോയി നന്നായി. ഇത് പറയാറുണ്ടല്ലോ പാട്ട് സ്വയം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന്. ചില കാര്യത്തിൽ അത് അനുഭവവേദ്യമാണ്. പക്ഷെ പലർക്കും സ്വാർത്ഥതയാണ്, പലർക്കും സാമ്പത്തികം മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് ചോദിക്കും. കാശ് വാങ്ങിക്കാറില്ല. ഇപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു, ഫീസ് വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ. ഫീസ് ഞാൻ ആരോടും വാങ്ങിച്ചിട്ടില്ല, ദക്ഷിണ തരുന്നത് വാങ്ങിക്കും. പക്ഷേ ചിലരോട് ദക്ഷിണ വേണ്ടാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ അവസ്ഥ നോക്കിയിട്ട് വേണ്ടാന്ന് തന്നെ പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ പോയിട്ട് അവസ്ഥ നോക്കിയിട്ട് വളരെ ബ്ലാക്ക് മാജിക്ക് അങ്ങേയറ്റം കിട്ടിയിരിക്കുക. അവരെ ഇടയ്ക്ക് ഞാൻ ബ്ലോക്ക് ചെയ്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ എനർജി ഇതായിട്ട്. അപ്പോൾ പിന്നെയാണ് അവർ പറയുന്നത്, സാറ് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ടീച്ചറും വന്ന്. അപ്പം ഞങ്ങൾക്ക് ആ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ, വഴിതെറ്റി. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്തൊന്നും വാങ്ങിച്ചില്ല. വെള്ളം പോലും കൊണ്ടുപോയതാണ് ഞാൻ കഴിച്ചത്, ഭക്ഷണം പോലും. പക്ഷേ അവസാനം കാട്ടാക്കട വന്നിട്ട് ഞാൻ നിൽക്കുകയാണ്. ഊബർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അനുഭവം എനിക്ക് പറ്റിയ എൻ്റെ ഈഗോ ഹർട്ട് ചെയ്ത കാര്യം. എനിക്കും ഈഗോസ് ഉണ്ട്. ഇവരോടൊന്നും വാങ്ങിക്കരുതെന്ന് ഇത് വന്നു. ആ സമയത്ത് എനിക്ക് ദാഹിക്കുന്നു, വെള്ളമില്ല. ലാസ്റ്റ് ഞാൻ ഇവരോട് പറഞ്ഞ് കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് അവരുടെ മോൻ ശ്രീ സായി രുദ്രൻ എന്നാണ് അവൻ്റെ പേര്, ഞാൻ പേര് പറയണം, ഗ്രാറ്റിറ്റ്യൂഡ്. അവരുടെ പേര് പറയുന്നില്ല. ഈ അപൂർവമാണ്, ഇങ്ങനെ പേര് കേട്ടിട്ടില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ്റെ അടുത്ത് പറഞ്ഞ മോനെ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ കാശ് കൊടുത്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് വെള്ളം കൊണ്ടുവന്ന് തന്ന് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം വരാൻ പറ്റുകയില്ലാന്ന് പറഞ്ഞ ഊബർ പുള്ളി പിന്നെ അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്ത്. പക്ഷേ പിന്നെ പുള്ളി 8 കിലോമീറ്റർ ദൂരെയാണ് ഉള്ളത്. പുള്ളി പിന്നെയും വന്ന്, പുള്ളി തന്നെ ഇത് ചെയ്ത് പുള്ളി മൂവ് ചെയ്ത് വന്ന് ലാസ്റ്റ് ഇവിടെ വന്നപ്പോൾ പുള്ളി പറയാണ്, സാറേ ഇത്രയും ദൂരെ നിന്നാണ് ഞാൻ വന്നത്, 100 രൂപ എനിക്കധികം തരണം. ഇങ്ങനെ ഇവർ യാത്ര പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ കാശ് കൊടുക്കാൻ റെഡിയായിരിക്കാം. ഞാൻ ഇവരുടെ അടുത്തൊന്നും ഒരു സാധനം വാങ്ങിക്കരുതെന്നും വിചാരിച്ചു. കാര്യം അത്രയ്ക്ക് ഇതാണ്. പക്ഷേ അപ്പോഴും തോന്നി സാധാരണ ഞാൻ എല്ലാവർക്കും ഒരു 10% കൂടുതൽ കൊടുക്കും. 100 രൂപ അടിച്ചാൽ 110 രൂപ. കാര്യം അവർക്ക് കമ്മീഷൻ പോകില്ല, അവരുടെ ഉപജീവനാർത്ഥമല്ലേ. ഇപ്പം ഞാനത് ഓടിക്കുകയാണെങ്കിലും ഞാനും പ്രതീക്ഷിക്കും ആരെങ്കിലും എന്തെങ്കിലും അഡീഷണൽ തന്നാലോ എന്ന് വിചാരിച്ച് കൊടുക്കും. ലാസ്റ്റ് 100 രൂപ കൂടുതൽ തരണം സാറേ കേട്ടാന്ന് പുള്ളി പറയാം. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളുടെ ഇതാന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്ത് 500 രൂപയാണ് വരുന്നത്, 600 രൂപ അവർ കൊടുത്ത്, അവരുടെ കയ്യിലുള്ളത് അദ്ദേഹത്തിന് കൊടുത്ത് ഇത് ചെയ്ത്. പക്ഷേ ഇവരുടെ കാര്യം അത്രയും തടസ്സമായിരുന്നു. ഈ ആൾ മുഖാന്തരം, ഈ ഊബറുകാരൻ മുഖാന്തരം അതിനൊരു വഴി. അത് ആ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ കിട്ടി, നീ എന്തെങ്കിലും അവരുടെ അടുത്തുനിന്ന് കൈപ്പറ്റ്. അപ്പോൾ അവർക്ക് ആ ഒരു വഴി വന്ന്. ഇനി അഥവാ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലുണ്ടായില്ല, അവർ കാശ് കൊടുത്തില്ല, ചിലപ്പോൾ ഈ സംസാരം പുള്ളിയും ഞാനുമായിട്ട് കോൺവെർസേഷൻ അവിടെ വരികയല്ല, വണ്ടിയിലിരുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ അവരോട് പറഞ്ഞ് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം വാങ്ങിക്കാനുള്ള സഹായമെങ്കിലും അവൻ്റെ അടുത്ത് വാങ്ങിക്കാം. അതിൽ നിൽക്കുന്നിടത്ത് കുപ്പിയില്ല, അപ്പുറത്തെങ്ങാണ്ട് പോകണം. തന്ന് പിന്നെ അതിൻ്റെ കാശ് അവർ കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ചിലതിൽ എനിക്ക് ഈഗോ ഉണ്ട് കേട്ടോ, അത് കുറയണം. അതും കൂടി പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ആരോടെങ്കിലും ഇതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഇത് എനർജി വെച്ചാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. ഏതായാലും നായ്ക്കർ ഇന്ദ്രജിത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ശ്രീജയ് ടീച്ചർക്ക് ഒരു നന്ദി, നമസ്കാരം, ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ.